ഹായ് ഹലോ അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് കൂട്ടുകാരുടെ വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുകയല്ലേ? മാഷാ അല്ലാ, അൽഹംദുലില്ലാ, ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ അടങ്ങുന്ന ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ നോക്കാം. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ നല്ലതുപോലെ സമയം പോയി കേട്ടോ. പിന്നെ സുബഹിയൊക്കെ നമസ്കരിച്ചിട്ട് അടുക്കളയിൽ വന്ന് കയറി അടുപ്പൊക്കെ കത്തിച്ച് കഞ്ഞിയൊക്കെ ഇട്ടപ്പോൾ തന്നെ നല്ല ലേറ്റായി. അപ്പോൾ എനിക്ക് ഉറപ്പായി അടുപ്പിനകത്ത് കിടന്ന് കഴിഞ്ഞ് പെട്ടെന്ന് വെന്ത് കാക്കൂന് ചോറ് കൊടുത്തു വിടൽ നടക്കുകയില്ലെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ അടുപ്പിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്ന് ഗ്യാസിൽ വെച്ച് ബാക്കി വേവിച്ചെടുക്കുന്നതാണ്. പുറത്ത് കഞ്ഞി ഇട്ടിട്ട് വന്ന് കഴിഞ്ഞാൽ അകത്തെ കറിവേപ്പൊക്കെ നടക്കുകയില്ല, കഞ്ഞി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. അതുകൊണ്ട് രണ്ടിവിടെ ഏകദേശം കഞ്ഞി വന്നെന്ന് തന്നെ പറയാം കേട്ടോ. സമയം കൊണ്ട് ഞാൻ പയറൊക്കെ വെള്ളത്തിയിട്ട് സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് തോരൻ വെച്ചെടുക്കാനായിട്ട് തേങ്ങയൊക്കെ അരച്ച് എല്ലാം റെഡിയാക്കി ഇട്ട് കൊടുത്തു. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടൊന്ന് തട്ടിപ്പൊത്തി അടച്ച് വെച്ചാൽ മതി. പയറ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സമയം പോയത് കൊണ്ടാണ് കുറച്ചെടുത്ത് തോരൻ വെച്ചേക്കുന്നത്. കാക്കൂനുള്ളത് മാത്രമെന്ന് വേണേൽ പറയാം. കാക്കൂനും കുക്കൂനും ഭർത്താവിന് ഇന്ന് ഓണം സെലിബ്രേഷനാണ്. അവനതുകൊണ്ട് ചോറ് കൊടുത്തു വിടണ്ട, മോൾക്കും കൊടുത്തു വിടണം, കാക്കൂനും കൊടുത്തു വിടണം. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കുകയാണ്. ഇനി ഇന്നൊരു മുട്ടയാണ് പൊരിച്ചു കൊടുത്ത് വിടുന്നത്. ഉണക്കമീനൊന്നും വെട്ടിക്കൊണ്ട് നിൽക്കാൻ നേരമില്ല. എല്ലാം റെഡിയാക്കി എടുക്കണമെന്ന് കരുതി കിടന്നതാണ്. ഞാൻ പറഞ്ഞില്ല, എഴുന്നേറ്റപ്പോൾ അലാറം അടിച്ചു. അലാറം ഓഫ് ചെയ്തിട്ട് ഉറങ്ങിപ്പോയി. കാരണം ദിവസങ്ങളായിട്ട് കുഞ്ഞുങ്ങൾക്ക് പരീക്ഷ നടക്കുന്നതുകൊണ്ട് രാവിലെയും രാത്രിയൊക്കെ കുറച്ച് ലേറ്റായിട്ടാണ് കിടക്കുന്നത്. അതുപോലെ തന്നെ രാവിലെ അവരോടൊപ്പം തന്നെ എഴുന്നേൽക്കും. മോൾ ആദ്യം എഴുന്നേൽക്കും, അത് കഴിഞ്ഞ് മോനെ ഉണർത്തിയെടുക്കുകയുള്ളൂ. അപ്പം അതിൻ്റെയൊക്കെ ഉറക്കത്തിൻ്റെ ആ ക്ഷീണം നിന്നതാവാം അലാറം ഓഫ് ചെയ്ത് ഉറങ്ങിപ്പോയി. അതുകൊണ്ട് തന്നെ ഇന്ന് തട്ടിക്കൂട്ട് കറികളൊക്കെ ആയിട്ട് കൊടുത്തു വിടണം. ചാറ് കറി പിന്നെ നിർബന്ധമില്ല കേട്ടോ കൊണ്ടുപോകാനായിട്ട്. വേറെ എക്സ്ട്രാ ഒരു പാത്രം കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് കൊണ്ടുപോവുകയില്ല. പൊതിക്കകത്ത് വെക്കാൻ പറ്റുന്ന കറികൾ മാത്രമേ കൊണ്ടുപോകേണ്ടേ ഉള്ളൂ. അങ്ങനെ തന്നെ മുട്ട ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയൊക്കെ ആയപ്പോഴത്തേനും കാക്കു ഏകദേശം റെഡിയായി വന്നു കേട്ടോ. കാക്കുനുള്ള കടുങ്കാപ്പിയാണ് വെക്കുന്നത്. കടുങ്കാപ്പി നിർബന്ധമാണ്. എഴുന്നേൽക്കുന്ന ഉടനെ ഒരെണ്ണം, പോകുന്നതിന് മുമ്പായിട്ട് ഒരെണ്ണം. അങ്ങനെ എഴുന്നേറ്റ ഉടനെ കൊടുത്ത ശേഷം എന്നിട്ട് പോകുന്നതിന് മുമ്പായിട്ടുള്ളൊരു കടുങ്കാപ്പി കൂടിയാണ് കേട്ടോ എടുക്കുന്നത്. ഒരു മാത്രം മതിയായതുകൊണ്ട് തന്നെ ഗ്ലാസ്സിലേക്ക് പൊടിയിട്ടാണ് എടുക്കുന്നത്. ആവശ്യത്തിന് കാപ്പിപ്പൊടി പഞ്ചസാരയെല്ലാം ഇട്ട് കൊടുത്ത് വെള്ളം നേരെ ഒഴിക്കുന്നതേ ഉള്ളൂ. അല്ലാതെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്ത് തിളപ്പിച്ചെടുക്കുന്നില്ല. ഇതാണ് കേട്ടോ എനിക്ക് വശമെന്ന് പറയുന്നത്. അതാകുമ്പോൾ ഒരുപാട് കാപ്പിപ്പൊടിയൊന്നും വേസ്റ്റായി പോകത്തുമില്ല. ആവശ്യത്തിനുള്ള എടുത്താലും മതി. അപ്പോൾ ഞാൻ കൂടുതലും കാപ്പി എടുക്കുന്നത് ഇങ്ങനെയാണ്. ഇനി പൊതികെട്ടി റെഡിയാക്കി എടുക്കണം. ഞാൻ പറഞ്ഞില്ലായിരുന്നു നമുക്ക് വാഴയില ഇല്ല. അതുകൊണ്ട് തന്നെ ദാണ്ട് ഇങ്ങനത്തെ പേപ്പർ വാങ്ങിച്ച് പൊതികെട്ടി കൊടുത്ത് വിടുകയാണ് കേട്ടോ ചെയ്യുന്നത്. വാഴയില എന്ന് പറയുമ്പോഴത്തേന് തൊട്ടടുത്ത പറമ്പിലൊക്കെ ഉള്ളൂ. അത്യാവശ്യം നമ്മളെല്ലാം ആ പറമ്പിൽ നിന്നൊക്കെ എടുക്കും. എന്നും എടുത്താൽ ശരിയാകുകയില്ല. അതുകൊണ്ട് തന്നെ ഈ സൈസ് പേപ്പറിൽ പൊതികെട്ടി കൊടുത്ത് വിടുകയാണ് പതിവ്. പിന്നെ ചൂട് പോകാനുള്ള സൈസ് കാസ്ട്രോളൊക്കെ ഉണ്ട് ചോറ് കൊണ്ടുപോകാനായിട്ട്. കൊണ്ടുപോകത്തില്ല, ഇഷ്ടമല്ല. പാത്രമൊക്കെ കൈ കൊണ്ടുപോയിട്ട് തിരിച്ച് ചുമക്കണ്ടേന്നാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ പൊതിയിലൊക്കെയാണ് കേട്ടോ ചോറ് കൊടുത്തു വിടുന്നത്. പയർ തോരനോടൊപ്പം മാങ്ങയച്ചാറാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. നമുക്ക് മാങ്ങായും നാരങ്ങയും ഒക്കെ അങ്ങനെ ഓരോ അച്ചാറുകൾ ഇരിപ്പുണ്ട്. ഈ മുട്ട പൊരിച്ച് ഞാൻ വെക്കുന്നതിന് തൊട്ട് മുമ്പായിട്ടൊരു ചെറിയൊരു ഇല വാട്ടിയെടുത്ത് ആ ഇലക്കകത്ത് പൊതിഞ്ഞാണ് വെക്കുന്നത്. അപ്പോൾ ഉളുമ്പൊന്നും ഉണ്ടാവുകയില്ല. ഉണക്കമീനാണെങ്കിൽ ഞാൻ ഇങ്ങനെ വെക്കും കേട്ടോ. ഉച്ചയ്ക്ക് പൊതി കഴിക്കുമ്പോൾ ഒരു വാഴയിലയുടെ ടേസ്റ്റും മണമൊക്കെ കിട്ടുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. സാധാരണ എന്നും തന്നെ ഇങ്ങനെ ഓരോ പീസ് വാഴയില എങ്ങനെ പോയാലും ചോറ് വെച്ചേക്കും. ഓരോ കറികൾ പൊതിഞ്ഞ് താമസിച്ച് പോയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് കെട്ടിയെടുക്കുന്ന പൊതിയാണ്. അങ്ങനെ ചോറൊക്കെ കെട്ടി റെഡിയാക്കി കൊടുത്ത് കാക്കുവിനെ വിട്ട് കഴിഞ്ഞാണ് കേട്ടോ പിന്നെ രാവിലത്തെ കാപ്പിക്കുള്ള കാര്യങ്ങൾ നോക്കുന്നത്. കാപ്പി കൊണ്ടുപോകേണ്ട, ചോറ് മാത്രം കൊണ്ടുപോയാൽ മതി. ചില ദിവസം കാപ്പി കൊണ്ടുപോകും. എന്താണെങ്കിലും ഇന്ന് കൊണ്ടുപോയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ കാക്കു പോയ ശേഷം കാപ്പിക്കുള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അപ്പത്തിനുള്ള മാവാണ് കേട്ടോ, ദോശയല്ല. അപ്പവും സാമ്പാറും നല്ല കോമ്പിനേഷനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് പച്ചക്കറിയൊക്കെ അരിഞ്ഞ് രാവിലെ എപ്പോഴൊക്കെയോ സമയം കിട്ടിയപ്പോൾ അരിഞ്ഞെടുത്തതാണ്. അതാണ് അരിയുന്ന വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്തുകൊണ്ട് നിൽക്കാനുള്ള സമയമില്ലായിരുന്നു. ഇത് പറയുവാണെങ്കിൽ നല്ല സാമ്പാറൊന്നുമല്ല കേട്ടോ, തട്ടിക്കൂട്ട് സാമ്പാറാണ്. കഷ്ണങ്ങളൊക്കെ വളരെ കുറവായിരുന്നു, പച്ചക്കറി കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ കൂടെ ഒരു തക്കാളിക്കൊക്കെ ഇട്ട് സാമ്പാർ പൊടി മാത്രം ഇടുന്നുള്ളൂ സാമ്പാർ വെക്കാനായിട്ട്. മുളക് പൊടിയോ മല്ലിപ്പൊടിയോ മഞ്ഞൾപ്പൊടിയോ ഒന്നും ഇടുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു തട്ടിക്കൂട്ട് സാമ്പാറാണത്. പക്ഷേ ഇങ്ങനെ വെക്കുന്ന സാമ്പാറിന് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് സാമ്പാർ പൊടി മാത്രം ഇട്ട് സാമ്പാർ വെക്കാനായിട്ട്.
പച്ചക്കറികളും സാമ്പാർ പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇനി ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് അടുപ്പിലേക്ക് വെച്ചൊന്ന് ഒരു ഒറ്റ ഫിസിലോ അല്ല 2 ഫിസിലോ അടിച്ചെടുത്താൽ മതി. 2-3 ഫിസിലടിക്കുവാണെങ്കിൽ കഷ്ണങ്ങളൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ അല്ലാതെ മക്കൾ കഷ്ണങ്ങൾ കൂട്ടുകയില്ല. ഞാൻ രാവിലെ തന്നെ ഈ എണ്ണക്കുപ്പി എടുത്ത് ഗ്യാസ് സ്റ്റൗവിൻ്റെ മണ്ടയിലേക്ക് വെക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമല്ലോ. മറ്റൊന്നുമല്ല, എണ്ണ ഉറഞ്ഞിരിക്കുമായിരുന്നു. അപ്പം ചില്ലുകുപ്പി ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ വെക്കുമ്പോഴത്തേന് നല്ലതുപോലെ ഉരുകി സെറ്റായിട്ടിരിക്കും. നമ്മുടെ ആവശ്യത്തിന് എണ്ണ ഉപയോഗിക്കാനായിട്ട് ഉരുക്കിക്കൊണ്ട് നടക്കുകയും വേണ്ട. ഇനി അപ്പത്തിനുള്ള മാവാണ്. വളരെ ചെറിയ പാത്രത്തിൽ തന്നെ അരച്ച് വെച്ചാണ് കേട്ടോ. കുറച്ച് മതിയായിരുന്നു, അതുകൊണ്ടാണ് മെയിനായിട്ട് ഇതിൽ അരച്ച് കൊടുത്തേക്കുന്നത്. കരിക്കാണ് കേട്ടോ. അപ്പം ഈ സോഡാപ്പൊടി ഒന്നും തന്നെ ഇട്ടിട്ടില്ല. കരിക്കും വെള്ളവും കരിക്കും പച്ചരിയും ചോറും മാത്രം ഇട്ട് അരച്ച് വെച്ചേക്കുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് എല്ലാം ചേർത്ത് കഴിഞ്ഞ് മാവ് ഒന്ന് ലൂസാവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടി ഒന്ന് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അതൊരു ടൈറ്റ് ഫീൽ ചെയ്തിരുന്നു, അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം കൂടി ഒന്ന് ഒഴിച്ച് കൊടുത്ത് ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഇനി അപ്പച്ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് മാവ് കോരി ഒഴിച്ച് ഒന്ന് റെഡിയാക്കി എടുത്താൽ മതി. ഇവിടെ മക്കൾക്കും എനിക്കൊക്കെ ഇഷ്ടങ്ങൾക്ക് വ്യത്യാസമുണ്ട് കേട്ടോ. മക്കൾക്ക് നടുക്ക് ഇങ്ങനെ പഞ്ഞി പോലെ മാവിരിക്കണം. എനിക്ക് വേണ്ട കേട്ടോ, അങ്ങനെ കട്ടിക്ക് മാവിരിക്കുന്നത് എനിക്ക് ഇഷ്ടമേ അല്ല. നല്ല മയമുള്ള അപ്പമായിരുന്നു, അതുകൊണ്ട് തന്നെ അങ്ങനെ മാവ് വരുമ്പോൾ തിന്നാൻ രസമാണെന്നാണ് മക്കൾ പറയുന്നത്. എനിക്കതിനോട് അത്ര വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ വളരെ നൈസായിട്ടേ ചുട്ടെടുക്കുകയുള്ളൂ. ഇതിപ്പോൾ മക്കൾക്ക് വേണ്ടി ചുട്ടെടുക്കുന്നതാണ് കേട്ടോ. ഞാൻ എനിക്കുള്ള അപ്പങ്ങളൊക്കെ ചൂടോടെ ചുട്ടെടുക്കാൻ നോക്കും. കരിക്കരച്ച് അപ്പം ചുട്ടേക്കുന്നതുകൊണ്ട് തന്നെ അപ്പം ഇവിടെ നല്ല സോഫ്റ്റാണ്, അടിപൊളിയായിട്ട് പഞ്ഞി പോലെയാണ് കേട്ടോ ഇരിക്കുന്നത്. അത് കണ്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയത്തില്ല, നല്ല സോഫ്റ്റായിട്ടാണ്. സോഡാപ്പൊടി ഈസ്റ്റൊക്കെ ഇങ്ങനെ ഉപയോഗിക്കാറുണ്ട്, പക്ഷെ കൂടുതലും ഞാനിങ്ങനെ കരിക്കിലാണ് ചുട്ടെടുക്കുന്നത്. അതാകുമ്പോൾ ഈ വക സാധനങ്ങളൊന്നും ഉപയോഗിക്കണ്ടല്ലോ. ആദ്യത്തെ അപ്പം എന്താണ് ഫത്തായിനാണ് കേട്ടോ. അവന് സാമ്പാറും കറികളും ഒന്നും വേണമെന്നില്ല. അതുകൊണ്ട് തന്നെ അവന് നെയ്യും പഞ്ചസാരയും വേണമെന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ച് രാവിലെ തന്നെ. അപ്പോൾ ഞാൻ കുറച്ച് നെയ്യൊന്ന് ചുറ്റിച്ച് കൊടുത്ത് പഞ്ചസാര ഇട്ട് കൊടുക്കണം. അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ദോശ തിന്നാനും നെയ്യാണ് ഇഷ്ടം. നെയ്യും പഞ്ചസാരയ്ക്കും വേറൊരു ടേസ്റ്റാണെന്നാണ് അവൻ പറയുന്നത്. എനിക്കറിയില്ല, ഞാൻ കഴിച്ച് നോക്കിയിട്ടില്ല. എനിക്ക് നെയ്യുടെ ചുവ അത്ര വലിയ ഇഷ്ടമല്ല. പിന്നെ പായസത്തിനോ അല്ലെങ്കിൽ നെയ്യ് വേണ്ടിയ ചില കാര്യങ്ങളുള്ള ബിരിയാണിക്ക് അതൊക്കെയാണെങ്കിൽ കുഴപ്പമില്ല. അല്ലാതെ അപ്പത്തിനൊന്നും എനിക്കിങ്ങനെ ഇഷ്ടമല്ല കേട്ടോ നെയ്യ്. അതുകൊണ്ട് ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞാൽ എനിക്കറിയത്തില്ല. ഫത്തായിന് ഒരുപാട് ഇഷ്ടമാണ്, കുഞ്ഞു മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടുമായിരിക്കും. കണ്ടോ, ഹാപ്പിയാണ്. തുള്ളിക്കൊണ്ട് നിൽക്കുമായിരുന്നു സാമ്പാർ ഒഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് വേണമെന്ന് പറഞ്ഞു കരയുമായിരുന്നു വേണേൽ പറയാം. പക്ഷേ ഇങ്ങനെ കൊടുത്തപ്പോൾ അവനിത് കഴിക്കും. ഈ സമയം കൊണ്ട് സാമ്പാറൊക്കെ ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി സാമ്പാറിനൊന്ന് കടുക് വറുത്ത് ഒഴിച്ചാൽ മതി. അതിനുവേണ്ടി പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഓർത്തത് കേട്ടോ, സാമ്പാറിന് പുളി ചേർത്ത് കൊടുക്കണം. പിഴിപുളി, വാളംപുളി എന്ന് പറയും. അതൊന്ന് പിഴിഞ്ഞൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോഴാണ് സാമ്പാറിൻ്റെ അടിപൊളി ടേസ്റ്റ് കിട്ടുന്നത്. ശേഷം തന്നെ എണ്ണ ചൂടായി വന്നപ്പോൾ കടുക് പൊട്ടിച്ച് താളിച്ചെടുക്കുന്നുണ്ട് സാമ്പാർ. താളിക്കുന്നതൊക്കെ നിങ്ങൾക്ക് ഞാൻ പലതവണ കാണിച്ചു തന്നതാണ്. പച്ചക്കറി ഇല്ലെങ്കിലും സാധനങ്ങളില്ലെങ്കിലും പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാക്കുന്ന ഒരു തട്ടിക്കൂട്ട് സാമ്പാർ അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ രാവിലെ കാപ്പി പരിപാടി അടുക്കളയിൽ കഴിഞ്ഞു. അപ്പവും സാമ്പാറും കുക്കുവിനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഫത്തായിന് ഇന്ന് ഓണം സെലിബ്രേഷനാണ്. അതുകൊണ്ട് തന്നെ അവന് ഇടാനുള്ള ഷർട്ടും മുണ്ടും ഒക്കെ ഒന്ന് തേച്ചെടുക്കണം. ഈ മുണ്ടെന്ന് പറഞ്ഞാൽ അവന് LKG തൊട്ടുള്ള മുണ്ടാണ് കേട്ടോ. LKG അല്ല, നേഴ്സറി എന്ന് പറയാം. അപ്പം എന്താണ്, ഈ വർഷം മുണ്ട് മേടിക്കണമെന്ന് പറഞ്ഞിരുന്നതാണ്. മേടിക്കേണ്ടി വന്നില്ല, കാരണം മുണ്ട് കറക്റ്റ് ഉടുത്തു വിട്ടാലും ഫുൾ ടൈം ഉടുക്കത്തില്ല. അത് പറിച്ച് ബാഗ് വെച്ചേക്കും. അതുകൊണ്ട് തന്നെ മുണ്ട് വേണ്ടെന്ന് പറഞ്ഞു. എടുക്കണമെന്ന് ചോദിച്ചപ്പോൾ പിന്നെ ഇത് ചെറുതായി ഇല്ലായിരുന്നു കേട്ടോ. അത്യാവശ്യം ഈ വർഷം കൂടി ഉപയോഗിക്കാമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ വേണ്ട ഫത്തായിനെ ഞാൻ ഒരുക്കി റെഡിയാക്കുകയാണ് കേട്ടോ. ഞാൻ അടിയിൽ പാൻറ് ഇട്ട് കൊടുത്തിട്ടാണ് മുണ്ട് മണ്ടയിൽ ഉടുത്ത് കൊടുത്തിരിക്കുന്നത്. അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, സ്കൂൾ വിട്ട് വരുമ്പോൾ എന്താണെങ്കിലും അവൻ അഴിച്ച് ബാഗിൽ വെക്കും. അതുകൊണ്ട് പാൻറ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു പനിക്കോളും കൂടെ ഉണ്ട് കേട്ടോ. രാവിലെ എഴുന്നേറ്റപ്പോൾ തൊട്ട് ഒരു കണ്ണിനൊക്കെ ഒരു തൂക്കം പോലൊക്കെ ഉണ്ട്. ഒരു ജലദോഷക്കോളെന്ന് പറയണം. അതുകൊണ്ട് തന്നെ ടവലൊക്കെ ആയിട്ടാണ് ഇറങ്ങിപ്പോയത്. ഞാൻ അവനെ ഇറക്കി വിടാനായിട്ട് അല്ലെങ്കിൽ എടുത്തുകൊണ്ട് താഴെ പോകാമെന്ന് പറഞ്ഞ് പോയതാണ്. നല്ല തെന്നലായിരുന്നു വഴിക്ക്, ഞാൻ വീഴുമായിരുന്നു. ഭാഗ്യത്തിന് അവനെ എടുക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ തന്നെ വീണു. അതുകൊണ്ട് പിന്നെ അവനെ എടുക്കേണ്ടി വന്നില്ല. അവൻ പതിയെ ഇറങ്ങിപ്പോക്കോളാമെന്ന് പറഞ്ഞു. ഇനി ഞാൻ പിള്ളേരുടെ കൂടെ ഇറങ്ങിപ്പോയിട്ട് അവൻ്റെ ഡ്രസ്സൊന്നും ചെളിയാവാതൊക്കെയും. അപ്പോൾ കാടടിച്ചിട്ടേക്കുന്നതുകൊണ്ട് മക്കൾക്ക് പോകാൻ എളുപ്പമുണ്ട്. ദേഹത്തൊന്നും വെള്ളമൊന്നും ആകില്ല. എൻ്റെ കുക്കൊക്കെ മുണ്ടൊക്കെ എന്തോ ശരിയാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ കാലാവസ്ഥ നിൽക്കുന്ന, മഴ വന്നും പോയൊക്കെ നിൽക്കുന്നതുകൊണ്ടാണ് വഴി ഇത്രയും കുളമായി കിടക്കുന്നത്. അതിൻ്റെ കൂടെ കാടും കൂടെ അടിച്ചപ്പോൾ തെന്നൽ കൂടുതലാണ് കേട്ടോ. പുല്ലേ തന്നെയാണ് ഞങ്ങൾ വീഴുന്നത്. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് കാടൊക്കെ അടിച്ച് കളഞ്ഞിട്ടുണ്ട്. പക്ഷേ
ഈ മഴ ഇങ്ങനെ പെയ്യുന്നതുകൊണ്ട് പുല്ലേ തെന്നി വീഴുവാണ്. അപ്പോൾ രാവിലത്തെ ആ വെളുപ്പിനത്തെ മഴയൊന്നും ഇപ്പോൾ ഇല്ല കേട്ടോ, ഏകദേശം തെളിഞ്ഞ് വരുന്നുണ്ട്. അങ്ങനെ മക്കളുടെ സ്കൂൾ ബസ് വന്ന് സ്കൂൾ ബസ് കയറ്റി വിട്ടിട്ടാണ് ഞാൻ തിരിച്ചു പോരുന്നത്. ഒരുപാട് നാൾ കൂടിയാണ് റോഡ് വരെ ഇറങ്ങി വരുന്നത്, അല്ലെങ്കിൽ വണ്ടേ നിൽക്കത്തേ ഉള്ളൂ, ബസ് വരും. ചിലപ്പോഴൊക്കെ ഇറങ്ങി വരത്തുള്ളൂ കേട്ടോ. ഇപ്പോൾ കുക്കൊക്കെ ഉള്ളതുകൊണ്ട് അവൾ കൊണ്ടുപോയിക്കോളും. ഭയങ്കര ഹാപ്പി ആയിരുന്നു മുണ്ടൊക്കെ ഉടുത്ത് പോകാനായിട്ട്. അത് തന്നെ നമുക്കൊരു സന്തോഷമല്ലേ. അംഗനവാടി തൊട്ട് ഓണപരിപാടിക്ക് മുണ്ടൊക്കെ ഉടുത്താണ് വിടുന്നത്. അവന് ഭയങ്കര സന്തോഷമാണെന്ന് എനിക്കറിയാം. വരണമെന്നൊക്കെ പറഞ്ഞു. സ്കൂളിൽ ശരിക്കും ഓണാഘോഷം ഇല്ല, അതുകൊണ്ട് തന്നെ നമ്മൾ പോകുന്നില്ല. ഇതാണ് കേട്ടോ ഫത്തഹിൻ്റെ സ്കൂളിലെ അത്തപ്പൂക്കളം. ഇതൊക്കെ നമ്മുടെ ഗ്രൂപ്പിൽ വന്ന ഫോട്ടോകളാണ്. അപ്പം ഞാനത് വീഡിയോയിൽ ചേർത്ത് വിട്ടെന്ന് മാത്രം. ഓണസദ്യ കഴിക്കാനിരിക്കുന്ന ഫോട്ടോയും. അങ്ങനെ മക്കളെയൊക്കെ സ്കൂളിൽ പറഞ്ഞു വിട്ട ശേഷം ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം ദാണ്ട് ഇവിടെ ഷുഗർ ചെടി അല്ലെങ്കിൽ ഇൻസുലിൻ ചെടി എന്ന് പറയുന്ന ആ ഒരു ഇൻസുലിൻ പച്ച ഇങ്ങനെ കയറി അതിലൊക്കെ നശിപ്പിച്ചിട്ടേക്കുമായിരുന്നു. ആ കാടൊക്കെ ഇന്ന് പറിക്കുകയായിരുന്നു കേട്ടോ. അപ്പം കോഴിക്ക് കൊടുക്കാനാണെന്ന് പറഞ്ഞ് എടുക്കാൻ ആൾ വരും. ഇത് അവർ കോഴി നന്നായിട്ട് കഴിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പം മുട്ടയിടാനൊക്കെ നല്ലതാണെന്നൊക്കെ പറയുന്നത്. എനിക്കറിയില്ല കറക്റ്റായിട്ട്. വന്ന പിള്ളേരാണ് പറഞ്ഞത് കോഴിക്ക് ഇത് കെട്ടി തൂക്കി കൊടുക്കുമ്പോൾ കോഴി നന്നായിട്ട് കഴിക്കുന്നത്. എന്താണെങ്കിലും ഞാൻ അതിലേന്ന് കുറേയേറെ പറിച്ച് വിട്ടിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ഏലം നോക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് കയറിപ്പോയി. രാത്രി മുഴുവൻ പന്നിയുടെ ശല്യമായിരുന്നു കേട്ടോ. അപ്പം മുറ്റത്തൊക്കെ രാവിലെ ഇറങ്ങിയപ്പോഴേ മനസ്സിലായി പന്നി വന്നിട്ടുണ്ടെന്ന്. അതുപോലെ തന്നെ തേങ്ങ കിടപ്പുണ്ടായിരുന്നു തെങ്ങിൻ്റെ വീട്ടിലെന്ന് എടുക്കാൻ മറന്നു പോയതാണ്, എടുത്ത് മുറ്റത്തേക്കിടാൻ. എന്താണേലും അത് കണ്ടില്ല കേട്ടോ രാവിലെ. അപ്പോഴേ എനിക്ക് തോന്നിയത് പന്നി എടുത്തുകൊണ്ട് പോയി കാണുമെന്ന്. നല്ല സൂപ്പറായിട്ട് പന്നിയെടുത്ത് പൊളിച്ചാട്ടോ ഇട്ടേക്കുന്നത്. പാരയ്ക്ക് പോലും പൊളിക്കാൻ പറ്റത്തില്ല, ഇത്രയും കളർ കറക്റ്റായിട്ട്. അതുപോലെ മനുഷ്യനൊക്കെ പൊതിക്കുന്ന പോലെ പൊതിച്ചാണ് കേട്ടോ കൊണ്ടുപോയി തിന്നേക്കുന്നത്. ഇങ്ങനെ നല്ല വൃത്തിയായിട്ടെന്ന് പറയണം. ഇതേണ്ട ഒന്നല്ല 3 തേങ്ങയോളം കിടപ്പുണ്ടായിരുന്നു. ആ 3 എടുത്തുകൊണ്ട് വന്ന് ഇട്ട് പൊതിച്ച് ഇവിടെ മുഴുവൻ കുത്തി നശിപ്പിച്ചു. ഏലത്തിനകവും ഏതാണ്ട് ഇത് കണ്ടോ, ഇതൊക്കെ പന്നി കുത്തിയിട്ടേക്കുന്നതാണ് കേട്ടോ. ഇവിടെ മാത്രമല്ല മേളിലോട്ടും നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ അറിയാമായിരുന്നു പന്നിയെല്ലാം കുത്തി നശിപ്പിച്ചിട്ടേക്കുവാന്ന്. അപ്പം ഈ കൂടെ ഇറങ്ങിയ കൂടെ തന്നെ വിളഞ്ഞൊന്ന് നോക്കണമായിരുന്നു കേട്ടോ. ഇവിടെ അടുത്ത ഭാഗങ്ങളിലൊക്കെ ഏലക്ക വിളവെടുപ്പായി. എങ്കിൽ നമ്മുടെ എന്തെങ്കിലും ആയോ എന്നറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കിയതാണ്. പിന്നെ വേര് നിരീക്ഷിക്കണമായിരുന്നു. വേര് കുഴപ്പമില്ല കേട്ടോ, വേരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ വേണ്ട ഏലക്ക വിളഞ്ഞോ എന്നറിയാൻ വേണ്ടി ഒരെണ്ണം പറിച്ചെടുത്ത് പൊട്ടിച്ച് നോക്കിയാണ്. ഏറ്റവും അടിയിൽ നിൽക്കുന്ന കായാണ് കേട്ടോ വിളഞ്ഞോ നോക്കേണ്ടത്. ആദ്യം എടുത്ത കായ്ക്ക് വിളഞ്ഞ് തുടങ്ങിയതേ ഉള്ളൂ. നല്ലതുപോലെ വിളഞ്ഞെന്ന് പറയാൻ പറ്റത്തില്ല. രണ്ടാമത്തെ എടുത്ത കാ പിഞ്ചായിരുന്നു കേട്ടോ. അപ്പോൾ 1ഉം 2ഉം കാകൾ നോക്കിയിട്ടാണ് നമ്മൾ കായ എടുക്കുന്നത്. എന്തായാലും ഓണം കഴിഞ്ഞ് കായെടുപ്പ് നടക്കുകയുള്ളൂ. ആ പരുവേ ആയുള്ളൂ കേട്ടോ. പഴുത്ത് വരുന്നതേ ഉള്ളൂ. പഴുത്തതെന്ന് നോക്കാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തേക്ക് ചേച്ചിമാർ കയറി വരുമായിരുന്നു. ഇപ്പം അത്യാവശ്യം അതെനിക്കറിയാം പഴുത്തതെന്ന് നോക്കാൻ. ഒരു കാ പഴുത്തിട്ടുണ്ട്, പക്ഷെ അതിൻ്റെ തൊട്ട് മുകളിൽ നിൽക്കുന്ന കാ പഴുത്തില്ല. അതുകൊണ്ട് തന്നെ ഓണം കഴിയട്ടെ എന്ന് വിചാരിച്ചു. ഓണം കഴിഞ്ഞിട്ട് കായ എടുത്ത് വിടാം. കണ്ടോ തന്നെ ഇങ്ങനെയാണ് ഏലക്ക. പഴുത്തോന്ന് ചോദിച്ചാൽ പഴുത്തു. ഒരു കായേ പഴുത്തിട്ടുള്ളൂ. ഒരു 2 കാ വെച്ചെങ്കിലും, അല്ലെങ്കിൽ തൊട്ടെടുപ്പെന്നൊക്കെ പറയും. എന്താണേലും ഓണം കഴിയട്ടെ എന്ന് വിചാരിച്ചു. ഇതാ പന്നി കുത്തിയിട്ടേക്കുന്നത് കണ്ടോ. ഇവിടെ എല്ലാം പന്നി കുത്തി നിരത്തിയെന്ന് വേണം തന്നെ പറയണം. ഭാഗ്യത്തിന് ഏലത്തിനകം ഒന്നും കുത്തിയിട്ടില്ല കേട്ടോ. പുറത്തേക്കുള്ള ഈ കുത്തിമറിച്ചിലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇന്ന് കുറേ തുണി അലക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വെയിലൊന്ന് തെളിഞ്ഞു വന്നാലേ അലക്കിയിട്ടേക്കുന്ന തുണി ഉണക്കിയെടുക്കാനൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഉണക്കിയെടുക്കാൻ റിസ്ക് എടുക്കാൻ നിന്നില്ലെന്ന് തന്നെ പറയണം. ഇന്നത്തെ തെളിച്ചം നോക്കിയിട്ട് നാളെ ഉണക്കിയെടുക്കാമെന്ന് കരുതി. അങ്ങനെ ഓരോ പണിയൊക്കെ ചെയ്ത് സമയം പോയിട്ട് അതേണ്ട വൈകിട്ട് സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട്. ഫത്തഹിൻ്റെ പരീക്ഷ കഴിഞ്ഞു, ഓണം സെലിബ്രേഷൻ കഴിഞ്ഞു. ഇനി നാളെ കുക്കുവിൻ്റെയാണ്. അങ്ങോട്ട് മുണ്ടെടുത്ത് ഞാൻ നല്ല സെറ്റപ്പ് ആക്കി വിട്ടാണ് കേട്ടോ. തിരിച്ചു വരുന്ന കോലം മുണ്ടെടുത്ത് ബാഗിൽ വെക്കും. എല്ലാ വർഷവും ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ എനിക്കിതൊരു അത്ഭുതമല്ല. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.